17. പിന്നെ കേരളത്തിലുണ്ടായ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഉണ്ടായിരുന്ന തിയേറ്റർ നമ്പറിനേക്കാളും കൂടുതലാണ് ആക്ച്വലി ഇന്ന്. എക്സ്ട്രാ തിയേറ്റേഴ്സ് പടം എടുത്തു. പടത്തിന്റെ ഷോയുടെ നമ്പർ കൂടി. സെയിം തിയേറ്റേഴ്സ് അവർ രാവിലെ മോർണിംഗ് ഷോ മാത്രം തന്നവർ ആക്ച്വലി ഇന്ന് നൈറ്റ് ഷോസ് തന്നു തുടങ്ങി. ഇതൊക്കെ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു സിനിമയുടെ ക്രൂവിനെ സംബന്ധിച്ചും വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ പടത്തിന്റെ ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് RB ചൗധരി സാറിനെ കാണാൻ പോയപ്പം അന്ന് സാർക്ക് ഞാൻ ആരാണെന്നോ ഞാൻ എൻ്റെ പ്രൊഫഷൻ എന്താണെന്നൊന്നും അറിയില്ല. സാറ് പറഞ്ഞു എൻ്റെ മകൻ അഭിനയിച്ചു എന്നൊക്കെ ശരി തന്നെ, പക്ഷെ മകൻ അഭിനയിച്ചതുകൊണ്ട് ഞാൻ പടം മകൻ അഭിനയിച്ചതുകൊണ്ടും അച്ഛൻ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടും പടം ഹിറ്റാകണമെന്നില്ലല്ലോ. ഒരു പുതുമുഖ പ്രൊഡ്യൂസർ എന്ന നിലയിൽ സാറിനെ വളരെയധികം ഉപദേശിച്ചു. നീ പടം ഇവിടെ ഇറക്കിയാൽ ചിലപ്പോൾ നിനക്ക് സൂപ്പർ ഹിറ്റാകാം, കോടികൾ വാരിയിട്ട് പോവാം, ചിലപ്പോൾ ഒന്നും കിട്ടിയെന്ന് വരില്ല. ഇതൊക്കെ തയ്യാറായിട്ട് വേണം ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, നിനക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പണി അറിയോ മോനെ? നമുക്ക് പണ്ട് ചോക്ലേറ്റ് സിനിമയിലൊരു ഡയലോഗ് ഓർമ്മയില്ലേ? രാജംബി ദേവ് സാർ ജയസൂര്യനോട് ചോദിക്കുന്നത്, ഇതല്ലാതെ എന്തെങ്കിലും പണി അറിയോടെ? ഇത് ഞാനും എൻ്റെ അനിയനുണ്ട്. അപ്പം ഞങ്ങളുടെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഡോക്ടർമാരാണ്, ഞാൻ ഗൈനക്കോളജിസ്റ്റാണ്, ഇവൻ സർജനാണ്. എന്നാ കുഴപ്പമില്ല, ഇത് എവിടെ എത്തിയില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള വകുപ്പുണ്ടല്ലോ. അപ്പം അങ്ങനെയായിരുന്നു അവിടെ RB ചൗധരി സാറിന്റെ വായിന്ന് കിട്ടിയൊരു ഇത്. പക്ഷെ എന്ത് വന്നാലും സാർ അതിന് ശേഷം സാറിനെ മീറ്റ് ചെയ്തപ്പോൾ, അഭിലാഷ് പോയി മീറ്റ് ചെയ്തപ്പം സാർ പറഞ്ഞു, എന്തായാലും സന്തോഷം ഇത് ഇറക്കാൻ പറ്റിയതിൽ, അതിൻ്റെ അകത്തൊരു പാർട്ടാകാൻ പറ്റിയതിൽ സാറും സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പം ഞങ്ങളിപ്പം മൂവി മാർക്ക് എന്ന് പറഞ്ഞ കമ്പനിയെ ചേർന്ന് ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളീ പറയുന്ന കാര്യങ്ങൾ മീഡിയാസ് ഉറപ്പായിട്ട് എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കുക. കാരണം നിങ്ങളാണ് ഇനി ആൾക്കാരിലേക്ക് ഇത് എത്തിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന 2 മണിക്കൂർ ഒരു ത്രില്ലർ. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ത്രില്ലറാണ്. പിന്നെ ഈ റൂട്ട് നമ്പർ 17 ടീമിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ആക്ച്വലി ശ്രീ മദൻ സാറിനോട് പ്രത്യേക ഒരു നന്ദി പറയാനുണ്ട്. കാരണം ഒരു ഷോർട്ട് നോട്ടീസിലാണ് മദൻ സാറിനെ വിളിക്കുന്നത്. കാരണം ഇന്നലെ തീരുമാനിക്കുന്നു, മദൻ സാർ വരൂലെന്ന് ചോദിക്കുന്നു, സാർ വരുന്നു. സർ, ബിഗ് താങ്ക് യു ടു യു. മദൻ സാർ ആക്ച്വലി ഒരുപാട് തമിഴ് പടങ്ങളിൽ ചെയ്തതാണ്. അരുവി മദൻ ഒക്കെ പറഞ്ഞാൽ അറിയും കുറേ പേർക്ക്. ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ അജിത് സാറിന്റെ പടത്തില് മഞ്ജു വാര്യർ ഒരാളെ ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ ഷൂട്ട് ചെയ്തിരുന്നുണ്ട്. ആ മനുഷ്യനാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയല്ല വർക്ക് കാര്യമുള്ളത്. അപ്പം അതാണ് അയാൾ. അപ്പം ഒരുപാട് വലിയ പ്രൊഡക്ഷൻ കമ്പനികളിൽ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ച ഒരാള് നമ്മളെ പോലെയുള്ള ചെറിയ പടത്തിന്, അതും പ്രൊമോഷന് വിളിച്ചു. അത് ഇവിടെയല്ല, ചെന്നൈയിൽ നിന്ന് ഓടി വന്നു. താങ്ക് യു. അപ്പൊ ഇത് മലയാളത്തിലേക്ക് മദൻ സാറിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടിയാണ്. സാറിന് മലയാളത്തിലും ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടാൻ ഇടവരട്ടെ. അപ്പൊ ഇവര് പറയുന്ന മലയാളം ചിലപ്പോൾ സാർക്ക് മനസ്സിലാകണമെന്നില്ല, അന്നേരം എന്നെ വിളിക്കാം, എനിക്ക് ഒരു ചെറിയൊരു ക്യാരക്ടർ തരാം. അങ്ങനെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പം താങ്ക് യു എവ്രി വൺ. പിന്നെ ഇത് എൻ്റെ സ്വന്തം മകനാണ് നിഹാൽ. ഇതിനകത്ത് ജിതൻ രമേഷിന്റെ ചെറിയ പ്രായം അഭിനയിച്ചാണ്. അവൻ അധികം സംസാരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞത്. അവനോട് മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കേൾക്കുമെന്നറിയില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. അവന് പക്ഷെ അഭിലാഷ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞാൽ ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞാൽ വേറെ ഡയറക്ടർമാരൊന്നും നിന്നെ വിളിക്കൂല. അവസാനം അച്ഛനെ എടുക്കുന്ന പടത്തിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് അതിനുള്ള പൈസയും ഇല്ല. ഓക്കെ, അപ്പം താങ്ക് യു എവ്രി വൺ. നമസ്കാരം. ഇവിടെ വന്ന എല്ലാ
മാധ്യമപ്രവർത്തകർക്കും ഒരുപാട് നന്ദി. തമിഴിൽ ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് റൂട്ട് നമ്പർ 17. എല്ലാ ആർട്ടിസ്റ്റിനെ പോലെയും വലിയൊരു ആഗ്രഹമായിരുന്നു തമിഴിലൊരു മൂവി ചെയ്യുക എന്നുള്ളത്. വേറൊരു ലാംഗ്വേജിൽ ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഗ്രോത്ത് ആയിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്ക് ആ ഒരു ഇൻഡസ്ട്രി എങ്ങനെയാ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. ഇങ്ങനൊരു റോള് തീർച്ചയായിട്ടും തരുമ്പം എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു വലിയൊരു കാര്യമാണ്. കാരണം ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടർ നമ്മുടെ ക്യാമറാമാൻ ആയിക്കോട്ടെ അഭിലാഷേട്ടനായിക്കോട്ടെ വിശ്വസിച്ച് തന്നു. അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ചെയ്തു വെച്ച വർക്ക് എല്ലാവർക്കും ചിലപ്പം അറിയാമായിരിക്കാം. MIT മൂസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇപ്പോഴും എല്ലാവർക്കും ഒരു തോട്ടാണ്, ആ കുട്ടിയാണോ ഈ കുട്ടി എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു റോള്, ആ ഒരു ക്യാരക്ടർ മാറി ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടിയതിന് ഒരുപാട് നന്ദിയുണ്ട്, തന്നതിന് ഒരുപാട് നന്ദി. പിന്നെ അതേപോലെ ഇതിൽ അഭിനയിച്ച എല്ലാവരും തീർച്ചയായിട്ടും അഖിലേട്ടനും പിന്നെ മദനൻ സാറ്, ജിത്തൻ സാറ്, ഇവരെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വേദിയിൽ പങ്കിടാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതാണ്. സാറ് ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, സാറ് ഞങ്ങളെക്കാട്ടും അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം തിയേറ്ററിൽ എത്ര ആൾക്കാർ കയറി അതപ്പം വിളിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ അതേപോലെ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. പിന്നെ ആർട്ടിസ്റ്റുകളുടെ ആണെങ്കിൽ ശരി, നമ്മളെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഔസേപ്പച്ചൻ സാർ സത്യം പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് MIT മൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു ബെസ്റ്റ് സെറ്റായിരുന്നു റൂട്ട് നമ്പർ 17. അതിന് പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസർ സാർ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, ആള് ചിരിച്ചു നിൽക്കും. ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ എല്ലാത്തിലും ഇടപെടുന്നു, എല്ലാത്തിനെയും കുറിച്ച് അറിയുന്നു. അല്ലല്ല ഞാൻ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞാൻ സംസാരിക്കുന്നുണ്ട്, അപ്ഡേറ്റഡ് ആണ്. അപ്പോ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഈ പടത്തിൽ അഭിനയിച്ചവരെല്ലാവരും 100% മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ട്. പക്ഷേ അതിലൊരു എന്താ പറയാ, 110 ഒരു ഹൈയസ്റ്റ്, നമ്മൾ പറയില്ലേ ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറയാം. ആദ്യത്തെ പടമാണെന്ന് പറഞ്ഞു ഈ കുട്ടി. പക്ഷെ ആദ്യത്തെ പടമായിട്ടല്ല തോന്നിയത്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ മിനിമം ഇംഗ്ലീഷ് പടത്തിലൊക്കെ പോയി അഭിനയിച്ചു വന്നിട്ടുള്ള ഒരു ഹീറോയിൻ എന്തൊക്കെ ചെയ്യും. നമ്മൾ ഇംഗ്ലീഷ് പടത്തിൽ ഇത്രയും ബോഡി ലാംഗ്വേജും ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ആക്ടിങ് ഞാൻ കണ്ടിട്ടുള്ളൂ. ആരായാലും പേടിച്ചു പോകും. കാരണം ഭയങ്കര ധൈര്യമാണ്. താഴ്ത്ത് വീഴാനും ശരി, ബുദ്ധിയില്ലാത്തതുകൊണ്ടാവും. അതെനിക്കറിയില്ല. അപ്പൊ നന്നായിട്ട് അഭിനയിക്കുന്നവരെല്ലാവരും ബുദ്ധിയില്ലാത്തവരാണ്. പേടിക്കാനുള്ള ബുദ്ധി, ധൈര്യമാണ്, അവരുടെ പാഷനാണ്, ഡെഡിക്കേഷനാണ്. അവര് ബേസിക്കലി ഒരു ആർട്ട്, അവരുടെ പ്രൊഫഷൻ ഈ ഡോക്ടറാണെന്ന് പറഞ്ഞ എയർ ഹോസ്റ്റസ് ആണ് എയർ ഇന്ത്യയില്, അല്ലേ? ശരി, ഓക്കെ. അത് എനിഹാ ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതില് നമ്മളൊക്കെ ബാക്കി എല്ലാവർക്കും റോള് ചെയ്യാനുണ്ട്. ഇതിലിപ്പോ ഹീറോ അഖിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഹീറോ പകുതിയിൽ വെച്ചിട്ട് നമ്മൾക്ക് നഷ്ടമാകും, മരണപ്പെട്ടു പോകുന്ന ഒരു കഥയാണ്. അത് സസ്പെൻസ് ഞാൻ ഇപ്പൊ പറയാൻ പാടില്ല, എന്നാലും നിങ്ങൾ അത് കാണിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറോ എന്ന് പറയുമ്പോൾ ഹീറോ ആണോ, ഫുൾ പിക്ചറിൽ ഇല്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോകും. അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ അറ്റത്തിരിക്കുന്ന ഈ നമ്മുടെ എല്ലാം മദൻ എന്ന് പറഞ്ഞ അരുവിയിലെ കാര്യം, അദ്ദേഹം ഇവിടെ വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ. അദ്ദേഹം ഇവിടെ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പടം മാത്രം അദ്ദേഹം ഒരു ഡയറക്ടറാണ് തമിഴില്. തമിഴ്നാട്ടിൽ പോയിട്ട് മദനെ കുറിച്ച് അന്വേഷിച്ചറിയാം. അദ്ദേഹം അവിടുത്തെ ഒരു പുലിയാണ്. സത്യത്തില് സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ഒരുപാട് എല്ലാ സൂപ്പർ സ്റ്റാർസിനും എന്താ പറയാ, അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ മദൻ എന്ന് പറയുന്നത് അവർക്കൊക്കെ ഒരു പേടിയാണ്. അത്രയും
ത്രില്ലിംഗ് ആയിട്ട് അത്രയും വൈഭവത്തോട് കൂടിയിട്ട് മനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരു മദനാണ്. പക്ഷെ ആ ഏറ്റം ഇന്നിവിടെ കേരളത്തില്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അദ്ദേഹം അവിടെ ഇരിക്കുന്നത് വളരെ പാവത്തിനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ വലിയൊരു ആക്ടറാണ് തമിഴ്നാട്ടിലത്തെ. അദ്ദേഹം ഇവിടെ വന്നതിന്റെ കാരണം ഈ പടം അത്രയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. നല്ലൊരു സിനിമയാണ്. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിന്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാവരോടും അതിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ വിഷ്വലൈസേഷൻ കൊണ്ടും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സോങ്സ് എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. என்னன்னா ஒரு மலையாள டீம்ல இருந்து ஒரு குரூல இருந்து வந்து ஒரு தமிழ் படம் அங்க பண்ணியிருக்காங்கிறது ரொம்ப பெரிய விஷயமா நான் பாக்குறேன். ஏன்னா இவங்க வந்து ப்ரொமோஷனுக்கு எவ்வளவு மெனக்கட்டாங்க, தியேட்டர் கொண்டு போறதுக்கு எவ்வளவு சிரமப்பட்டாங்க, அதுக்கப்புறமா தியேட்டர்ல படம் வந்ததுக்கு அப்புறமா ப்ரொமோஷன் ஆக்டிவிட்டிஸா ஒவ்வொரு நாளும் எவ்வளவு வேலை செஞ்சாங்கிறது எனக்கு தெரியும். ஸோ ஒரு ஆர்டிஸ்டா ஒரு ப்ரொமோஷனுக்கு மலையாளத்துல படம் ரிலீஸ் ஆகும் பொழுது கண்டிப்பா நான் வரணும் அப்படின்னு நான் நினைச்சேன். ஏன்னா வந்து இது ஒரு 2 hours உள்ள படம் தான். ரொம்ப எங்கேஜிங்கா உங்களை கண்டிப்பா எக்ஸைட் பண்ணக்கூடிய படமா இருக்கும். 2 hours எப்படி போணுச்சு அப்படின்னே தெரியாத அளவுக்கு ஒரு நல்ல படமா இருக்கும். இன்னொரு திங், அமர் சார் வந்து அவர் ப்ரொஃபஷனலி இஸ் அ டாக்டர். ஒரு டாக்டரா இருந்துகிட்டு ஒரு சினிமா மேல இருக்க பேஷனால ஒரு பெரிய பணம் இன்வெஸ்ட் பண்ணி வர்றதுங்கிறது ரொம்ப பெரிய விஷயம். அப்படி ஒருத்தர் வந்திருக்கும் பொழுது கண்டிப்பா நம்மெல்லாம் அவரை சப்போர்ட் பண்ணணும் அப்படிங்கிறது ஒரு ஆக்டரா எனக்கு. இன்னொன்று, அபிலாஷ் சார் வந்து எனக்கு இதுக்கு முன்னாடி இவங்க யாருமே அறிமுகம் கிடையாது. பேர் ஜான் அவர் வழியாக தான் சொல்லி நான் அந்த படத்துக்குள்ள நடிக்கிறதுக்கு வரேன். ஆனால் அந்த டீமா குரூவா வந்து அப்படி ஒரு லவ்வபிளான குரூ. அவங்க ஒரு ஒரு ஷூட்டிங் பண்ணுற மாதிரியோ இல்லை ரொம்ப சிரமப்பட்ட ஒரு வேலை செய்கிற மாதிரி அப்படி இல்லவே இல்லை. ஒவ்வொரு நாளுமே ரொம்ப சந்தோஷமாக வேலை செய்கிற மாதிரி இருந்துச்சு. எல்லாருமே ஒரு மாதிரி ஒரு அண்ணதம்பி மாதிரி ஆயிட்டோம். இதெல்லாம் தான் முக்கியமான காரணம் இன்னைக்கு வந்து இங்கே இந்த ப்ரொமோஷன் ஆக்டிவிட்டியில் நம்மளும் கலந்துக்கணுங்கிறது. இதில் இன்னொரு அடிஷனலான இன்னொரு விஷயமும் உண்டு. என்னன்னா, ஒரு மலையாள இண்டஸ்ட்ரிக்குள்ள நடிக்கணுங்கிற ஆசை எண்ணம் எனக்கும் உண்டு. அதுவும் ஒரு காரணம். இப்படி வர்றது மூலியமா, உங்களை மீடியா பீப்புளை பார்க்கறது மூலியமா இப்படி ஒரு தமிழ் நடிகன் இருக்கான் அப்படின்னு கண்டிப்பாக கொண்டு போய் சேர்ப்பீங்கிற ஒரு எண்ணமும் எனக்கு உண்டு. ஸோ அதையும் உங்ககிட்ட ரெக்வெஸ்ட்டை நான் கேட்டுக்கிறேன். அதே சமயத்தில் இந்த படம் பார்க்காதவங்க கண்டிப்பாக தியேட்டரில் போய் பாருங்க. நிச்சயமாக உங்கள் எல்லாத்துக்கும் பிடிக்கும். பிடிச்சிருக்கும் பட்சத்தில் எல்லாத்தையும் பார்க்க சொல்லுங்க. தேங்க்யூ. മലയാളത്തിൽ ഉണ്ടാക്കുന്ന തമിഴിൽ സിനിമ എടുക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ്. അണിയറ പ്രവർത്തകർ എല്ലാവരും തന്നെ ഭൂരിപക്ഷം മലയാളികളാണല്ലോ. എനിക്ക്, ഞാൻ മലയാളിയാണെങ്കിലും ഞാൻ ജനിച്ചതും പഠിച്ചതും എല്ലാം തമിഴ്നാട്ടിലാണ്. എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷെ വായിക്കാനോ എഴുതാനൊന്നും അറിയില്ല. പിന്നെ മലയാള സിനിമകൾ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട്ടിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക്, തമിഴ് ജനതയ്ക്കും ഇന്ന് മലയാള സിനിമ എന്ന് പറയുന്നത് അത്ഭുതത്തോടു കൂടി കാണുന്നതാണ്. കാരണം എത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇത്രയ്ക്കും നല്ല മലയാള സിനിമകൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിലേക്ക് വരണമെന്ന് ഉറപ്പായിട്ടും ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അവിടെ ജനിച്ച് വളർന്നതുകൊണ്ട് എനിക്ക് തമിഴുമായിട്ടാണ്. അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ആ തമിഴിൻ്റെ കൾച്ചറിലും തമിഴിൻ്റെ രീതിയിലേ എനിക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുള്ളത്. മലയാളമായിട്ട് അത്രയും വലിയ കണക്ഷൻ എനിക്കില്ല. അതുകൊണ്ടാണ് ഇത് തമിഴ് സിനിമയായത്. അതിന്റെ ബാക്കി ഞാൻ പറയാം. അഭിലാഷ് വന്ന് കഥ പറയുമ്പോൾ എനിക്കൊരു ഇതുണ്ടാവല്ലോ, മലയാളത്തിൽ എടുക്കണോ തമിഴിൽ എടുക്കണോ എന്നല്ല. അഭിലാഷിന് കണക്ഷനുള്ള ആർട്ടിസ്റ്റ് തമിഴിലായിരുന്നു. അതുകൂടിയാണ് അടുത്ത റീസൺ ഞാൻ തമിഴ് കമ്മിറ്റ് ചെയ്യാന്നുള്ള. പക്ഷെ നമുക്ക് പരിചയമുള്ള ടെക്നീഷ്യൻസ് മുഴുവൻ മലയാളികളാണ്. അതാണ് എളുപ്പം കോർഡിനേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ടെക്നിക്കൽ സൈഡ് മലയാളത്തിലേക്ക് തന്നെ വന്നു. ഇതെൻ്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭമല്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്തത് മലയാളം പടം തന്നെയാണ്. ഗോൾഡ് കോയിൻസ് എന്ന് പറഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അന്നും ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ ഔസിഫ്ജൻ സാർ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമിഴിലേക്ക് വന്നത്. തായ്നിലം, അതേപോലെ റൂട്ട് നമ്പർ 17. ഈ പ്രൊഡക്ഷൻ കമ്പനിയിലുള്ള അടുത്ത ഇതും മലയാളം പടം തന്നെയാണ്. ലവ്ലി എന്ന് പറഞ്ഞിട്ട് ദിലീഷ് നായർ ഡയറക്റ്റ് ചെയ്യുന്നു. ആഷിഖ് കപൂർ ആദ്യമായിട്ട് ക്യാമറ ചെയ്യുന്ന മൂവി. അപ്പം ഈ നിർമ്മാണ കമ്പനി അങ്ങനെ ഫുൾ തമിഴിലേക്ക് പോയതൊന്നുമല്ല. മലയാളം തമിഴും ഒക്കെ ഉണ്ട്. കിട്ടിയ അവസരങ്ങൾ ഏതാണെങ്കിലും നോക്കും. പൈസ തിരിച്ചു കിട്ടണം.
എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഒരു തമിഴ് സിനിമയാന്ന് പറയും. അപ്പോൾ ഇതിന് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, ഇതേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. എനിക്കൊന്ന് കുറച്ചുകൂടെ വുമൺ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്, അവിടുന്ന് സർവൈവൽ ചെയ്യുന്ന ഒരു. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഇതിന് എത്രത്തോളം പ്രിപ്പയർ ചെയ്തു? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ കോസ്റ്റ്യൂം തൊട്ടിട്ട് എല്ലാം ഭയങ്കരമായിട്ട് പ്രോപ്പർ പക്കയായിട്ടായിരുന്നു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതും അത് ഡിസൈഡ് ചെയ്തതും. അത് നമ്മൾ ഷൂട്ടിന് പോകുമ്പം തന്നെ ഞാൻ പറഞ്ഞ കോസ്റ്റ്യൂം പോലും, കാരണം നമ്മൾ ആ ഒരു കേവിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ടെമ്പറേച്ചറൊക്കെ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എങ്ങനെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളത് തൊട്ടിട്ട് ഒരു ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വരെ അഭിലാഷിന് തീർച്ചയായിട്ടും നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അഭിലാഷിന് നല്ലൊരു പ്ലാനിങ് ഉള്ളതിനെ കൊണ്ടായിരുന്നു ഫസ്റ്റ് എന്നെ റിജക്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. കാരണം ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ വർക്ക് കഴിഞ്ഞ് വരായിരുന്നു. അപ്പം എൻ്റെ ഒരു ലുക്കിന് അഭിലാഷേട്ടൻ ഈ ഒരു ക്യാരക്ടർ ഓക്കെ ആയിരുന്നില്ല. അത് കഴിഞ്ഞ് ഓഡീഷൻ വെച്ച് കഴിഞ്ഞപ്പം അഭിലാഷേട്ടൻ ഓക്കെ ആയി. പിന്നെ പ്രോളി ചേട്ടൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എനിക്ക് എന്നെ വിശ്വസിച്ചിട്ടൊരു ഡയറക്ടർ തന്നതാണ്. അപ്പം ഞാനതിൻ്റെ ബെസ്റ്റ് തന്നെ ഞാൻ കാണിക്കണം. അതിനെക്കൊണ്ട് തന്നെ ഇപ്പം ഈവൻ ഡ്യൂപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തു വെച്ചൊരു വർക്കിന്ന് ഇങ്ങനൊരു വർക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഇൻഡസ്ട്രിയിൽ ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അഭിലാഷിനെ വിളിച്ചിട്ട് എപ്പോഴും ചോദിക്കും എന്താണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഓരോ സീനാണെങ്കിലും ശരി, അവർക്കറിയാം അവരുടെ ക്യാരക്ടർ എങ്ങനെ നോക്കണം, എങ്ങനെ ഫ്രെയിമിൽ നിൽക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം അതെല്ലാം പറഞ്ഞു തന്നത് അഭിലാഷേട്ടനും പിന്നെ നമ്മുടെ പ്രശാന്ത് ഏട്ടനും പിന്നെ അസോസിയേറ്റ് അവരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്. അത് ഞാൻ എത്രത്തോളം ചെയ്തു എന്നുള്ളത് ഇനി നിങ്ങളാണ് കണ്ടിട്ട് പറയേണ്ടത്. സിനിമ തന്നെയാണ് പാഷൻ? എനിക്ക് 2 പാഷനുണ്ട്. അതാണ്, സിനിമയുണ്ട്, അതേപോലെ ഞാൻ ഫ്ലൈയിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എയർ ഹോസ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. 2ഉം ദൈവം സഹായിച്ച് ഇപ്പോഴത്തെ ഷൂട്ട് മാനേജ് ചെയ്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം സിനിമ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ഇപ്പോൾ ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മളത് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി. പക്ഷെ ജോബ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്കൊരു ജോബ് ഒരു 1 ഇയറോ അങ്ങനെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനി ടൈം വി ക്യാൻ റീസ്റ്റാർട്ട്. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ 2ഉം ഞാൻ നല്ലതുപോലെ പേടിച്ചാണ് 2ഉം അവിടെ ഇവിടെ ഒരു പ്രശ്നം വരാതെ കൊണ്ടുപോകുന്നത്. കുട്ടി മുട്ടിയിട്ടുണ്ടെങ്കിൽ ആസ് ഐ സെഡ് എനിക്ക് ഈ ജോബ് എപ്പോഴും വേണമെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യാം. അതിനെക്കൊണ്ടാണ് നമ്മളൊരു ജോബ് ഒരു കയ്യിൽ വെക്കുന്നത്. എൻ്റെ പാരൻസിനാണെങ്കിലും അത് ഭയങ്കര നിർബന്ധമായിരുന്നു. ഈവൻ എനിക്കാണെങ്കിലും ഭയങ്കര നിർബന്ധമായിരുന്നു, ഒരു ജോബ് വേണം. പിന്നെ ഇപ്പം ജോബ് ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നമാണ്. ഞാൻ വിചാരിക്കും അയ്യോ സിനിമയൊന്നും ചെയ്യുന്നില്ലല്ലോ. സിനിമ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഫ്ലൈയിങ് ഒന്നുമില്ലല്ലോ. അങ്ങനെ 2ഉം ഇങ്ങനെ ക്ലാഷ് ആവാറുണ്ട്. ബട്ട് സംഹൗ എല്ലാം മാനേജ് ചെയ്ത് പോവാറുണ്ട്. 2ഉം എനിക്ക് അങ്ങനെ വലിയൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഓൺലി പ്രൊഡ്യൂസറിനാണ് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇവർക്ക് ഭയങ്കര പേടിയാ. ഞാൻ ടൈമിന് വരുമോ, ഞാൻ ഫുൾ ചാർട്ട് ചെയ്തിട്ടായിരിക്കും ഓക്കെ ഇത്ര മണിക്ക് ഈ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്നു, ഇത്ര മണിക്ക് ലൊക്കേഷനിൽ പോകുന്നു, ഇതൊക്കെ ചാർട്ട് ചെയ്തിട്ടായിരിക്കും വരിക. അതിന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ടെൻഷൻസ് ഒക്കെ ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ മാക്സിമം അതെ ചെറിയ ടെൻഷൻസ് മാക്സിമം ഞാൻ ഷൂട്ടുള്ള ടൈമിൽ ഫ്ലൈയിങ് ചെയ്യാറില്ല. അങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യാറ്. ഇപ്പം ഒരു ലീഡ് ക്യാരക്ടറാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ഇനിയുള്ള സിനിമകൾ വരുമ്പോഴും അതേപോലത്തെ കഥാപാത്രങ്ങൾ സ്വീകരിക്കാനാണ് ഇഷ്ടം, അതായത് ക്യാരക്ടർ റോൾസ് വന്നാലും ചെയ്യാൻ താല്പര്യമുണ്ടോ? എനിക്ക് നല്ല ക്യാരക്ടർ റോൾസ് ആണെങ്കിലും ഞാൻ ഓക്കെയാണ്. പക്ഷെ നമുക്ക് സ്ക്രീനിൽ നമുക്ക് തരുമ്പം നമുക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂവി കണ്ടിറങ്ങുമ്പം ആ ഒരാളുടെ മനസ്സിൽ തോന്നണം ഈ ക്യാരക്ടർ ചെയ്തത് ആ വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്നെ ലീഡിങ് റോൾ ആണെങ്കിലും അതും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് റോള് കിട്ടിയാൽ മതി. ഓക്കെ.